കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലായിടത്തും നല്ല മഴയാണല്ലേ. എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. മഴ മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും അതുപോലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ മഴ കാരണം എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയം. വേനൽക്കാലത്ത് അത്ര പ്രശ്നങ്ങൾ തോന്നാറില്ല, പക്ഷേ മഴക്കാലം വന്നാൽ കോഴിക്കോട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ നനയാതെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നതും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല മഴയും കാറ്റുമായിരുന്നു. തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തേങ്ങ കോഴിക്കോടിൻ്റെ മുകളിലേക്ക് വീണു. നമ്മുടെ ഷീറ്റെല്ലാം കീറിപ്പോയി. ആ ഒരു ഹോളിൽ കൂടി വെള്ളം ഇറങ്ങിയിട്ട് കൂടിനകം മുഴുവനും വെള്ളമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്കിതുവരെ വന്നിട്ടില്ല. കാരണം അത്രയും ശക്തമായിരുന്നു മഴ, അതുപോലെ കാറ്റും. പിന്നെ കൂടിനകം മുഴുവനും വെള്ളമായിരുന്നു. അറിയാലോ, കോഴിക്കാഷ്ടവും ചിപ്പിൽപ്പൊടിയും എല്ലാം കൂടി നനഞ്ഞ് ആകെ പൊതിർന്ന ഒരു അവസ്ഥ. കോഴികളെ വളർത്താനൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഈ കൂട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഭയങ്കര വിഷമമാണ്. ഈ ഒരു കോഴിക്കാഷ്ടവും കാര്യങ്ങളൊക്കെ വാരിയിട്ട് കളയാന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം സത്യത്തിൽ എനിക്കത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സങ്കടമോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഇതിലും വേദനിപ്പിക്കുന്ന കാഴ്ചകളല്ലേ. പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായി. ഒരുപാട് സഹോദരി സഹോദരന്മാരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകളെ കാണാതായ വാർത്തകളും അതുപോലെ വീട്, അതുപോലെ ജീവിത സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെയൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമ്മുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അല്ലേ. ഇതൊക്കെ ഒരു കോഴിക്കോടാണ്. അപ്പോൾ ഒരു കോഴിക്കോട് ഇത്രയും വൃത്തികേടായ കിടക്കുന്ന സമയത്ത് നമുക്കത് ക്ലീൻ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വീട് മുഴുവനും വെള്ളം കയറി ആകെ ചളിയും മൊത്തത്തിൽ നാശമായി കിടക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ. നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുഴയുടെ ഇക്കരയാണ്. അക്കരെ സൈഡിൽ, അതായത് പുഴയോടടുപ്പിച്ചുള്ള കുറച്ച് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്നതാണ്. എന്നാലും അവരുടെ വിഷമം അവർക്കല്ലേ അറിയുള്ളൂ അല്ലേ. മഴയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് മഴയൊക്കെ മാറി എല്ലാം നേരെയാവട്ടെ അല്ലേ. പിന്നെ ഈ ഒരു കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മളങ്ങനെ വലിയ പ്ലാനിങ്ങോട് കൂടി ഉണ്ടാക്കിയതല്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വന്നപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കോഴിക്കോടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉൾഭാഗം സെൻട്രലിൽ 3 ഒളോബിക്സിൻ്റെ കട്ടയൊക്കെ വെച്ച് നടുക്കൊരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ട് ഉള്ളിൽ ഒരു 2 കൂട് എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു കൂടാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ ഷീറ്റൊന്നും ഇങ്ങനെ നീട്ടിയിടാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, കൂടിന് മുകളിലായിട്ടൊരു തെങ്ങുണ്ടല്ലോ, അത് മുറിച്ച് മാറ്റാനും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അതിൽ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ഉണ്ട്. അപ്പോൾ ആ ഒരു തെങ്ങ് നമുക്ക് മുറിച്ച് കളയാൻ എന്തായാലും പറ്റില്ലല്ലോ. കണ്ടില്ലേ, നന്നായിട്ട് തേങ്ങ ഉണ്ട് കേട്ടോ. ഈ ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു കോഴിക്കോടിന് വേണ്ടിയിട്ട് ഈ ഒരു തെങ്ങ് കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അതും വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. അന്നൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് കൊത്തുകൂടുന്ന കോഴികളെ വേറെ മാറ്റിയിടാലോ എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു ഉള്ളിൽ 2 കള്ളികളായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ മഴയൊക്കെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടാവുന്ന സമയത്ത്, ഇങ്ങനെ നനയുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കല്ലും അതുപോലെ നെറ്റൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ ഒരു കള്ളിയാക്കിയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളത്. അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ കൂട് വൃത്തിയിൽ കൊണ്ട് നടക്കാനും കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കുമല്ലോ. അതായത് നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ ഓരോ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് അല്ലേ. തുടക്കത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നേ. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ കൂടൊക്കെ കഴുകുന്ന വെള്ളം ഈ ഒരു തെങ്ങിൻ്റെ മുരട്ടേക്കാണ് പോവുക. അങ്ങനെ ഈ ഒരു കോഴിക്കാഷ്ടത്തിൻ്റെ വെള്ളവും കാര്യങ്ങളും അതുപോലെ കിച്ചണിലെ വേസ്റ്റൊക്കെ ആ ഒരു തെങ്ങിന് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു തെങ്ങ് ആദ്യത്തേലും നന്നായിട്ട് നമുക്കിപ്പോൾ തേങ്ങ തരുന്നുണ്ട്. ഫുള്ള് ഈ ഒരു കൂടിൻ്റെ മുകളിലേക്കാണ് തേങ്ങയും ഓലയൊക്കെ വീഴുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി തെങ്ങ് വലിച്ച് കെട്ടണം എന്നുള്ളത്. തെങ്ങ് ഞങ്ങൾ 2 പ്രാവശ്യം വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പ്രാവശ്യം വലിച്ച് കെട്ടിയിട്ട് പിന്നെ തെങ്ങ് കുറച്ചൊക്കെ ഒന്ന് ഊർന്നിട്ടുണ്ട്. എന്നാലും തേങ്ങ കോഴിക്കോടിൻ്റെ മുകളിൽ തന്നെയാണ് വീഴുക. അതുകൊണ്ട് നമുക്ക് ഷീറ്റ് ഇടാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇതാ ഉള്ളിൽ നിന്ന് നെറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 3 കല്ലുണ്ട്. ആ ഒരു കല്ലും കൂടി കുത്തി പൊളിച്ച് കളഞ്ഞാൽ അത്യാവശ്യം കോഴികൾക്ക് ഓടിച്ചാടി നടക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇതൊക്കെ പൊതിർന്ന് വെള്ളം കുറേയൊക്കെ ആ ഒരു ഹോളിൽ കൂടെ പോയിട്ട് എന്നിട്ട് പൊതിർന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കോഴിക്കോട്. അപ്പം വിനാട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിനാട്ടന് വീട്ടിലുള്ള ദിവസമായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ കോഴിക്കോടൊക്കെ വൃത്തികേടായി കിടന്നാലും
ഇവരാരെയും ഞാൻ അറിയിക്കാറില്ല, ഞാൻ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. കാരണം കോഴിക്കൂട് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയാൽ പിന്നെ നമുക്ക് വേറൊരു പണികൾക്കും പോകാനാവില്ല. ഒക്കെ ക്ലീൻ ചെയ്ത് കുളിച്ചിട്ട് വേണം അകത്ത് കയറാനായിട്ട്. അപ്പം എൻ്റെ എല്ലാ പണികളും തീർത്തിട്ടാണ് ഞാൻ കൂട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങാറുള്ളത്. അപ്പം മീനാട്ടനും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായാലും ആ കല്ലുകളൊക്കെ പൊളിച്ചു മാറ്റാനായാലും, കല്ലൊക്കെ നമ്മൾ സിമൻറ്റ് ഇട്ടിട്ട് അതിൽ ഉറപ്പിച്ചതായിരുന്നേ, അതുകൊണ്ട് അത് പൊളിച്ചെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി മൊത്തത്തിലൊന്ന് കോൺക്രീറ്റ് ചെയ്യണം, അതെന്തായാലും ഇപ്പം നടക്കില്ല, കുറച്ചും കൂടി കഴിയട്ടെ. തൽക്കാലം അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ മഴയത്ത് മാത്രമേ ഇങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഒരു നെറ്റൊക്കെ എടുത്ത് ഒഴിവാക്കിയ സമയത്താണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് കുറച്ച് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളത്. ആ ഒരു സമയത്ത് എന്താണെന്നറിയില്ല, അതെൻ്റെ മൈൻഡിൽ കൂടെ അത്ര പോയിട്ടില്ല കേട്ടോ. ആ ഒരു നെറ്റുള്ള സമയത്ത് എനിക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഈ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴും എനിക്ക് നല്ലോണം പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നേ ഒരുപാട് മുന്നേ ഞാൻ എടുത്ത് ഒഴിവാക്കേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ മൈൻഡിൽ അത് വന്നത്. എന്തായാലും ഒഴിവാക്കിയത് അത്രയും നല്ലതായിട്ടോ. നിങ്ങൾ എന്നെ കാണുന്നില്ലേ, കൂടൊക്കെ നല്ല സൗകര്യമായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായാലും അതുപോലെ കോഴികൾക്ക് ഫുഡ് കൊടുക്കാനായാലും എല്ലാം കൊണ്ടും ഇതാണ് സൗകര്യം. അന്ന് പക്ഷേ ഇത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2 കള്ളിയാക്കിയാൽ നമുക്ക് 2ലും കോഴികളിടാം. പിന്നെ അന്ന് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് താറാവ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ താറാവിനപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തായിരുന്നു ഞാൻ താറാവിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. നേരെ ഇപ്പുറത്തെ സൈഡായിരുന്നു കോഴികളെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താറാവിനിടുന്ന സമയത്ത് അവരെ കുളിപ്പിക്കാനും അതുപോലെ കുളിച്ച വെള്ളം പൈപ്പിൻ്റെ ചോട്ടിൽ കൂടെ അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. സിമെൻറ്റ് അതുപോലെ അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകുമായിരുന്നു, കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു 2 കള്ളി കൊത്തുകൂടല്ലോ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മാറ്റിയിടാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തതായിരുന്നു 2 കള്ളി. പിന്നെ താറാവിനെ ഒഴിവാക്കിയ സമയത്ത് ഞാൻ ഇത് അത്ര അങ്ങോട്ട് ചിന്തിച്ചില്ല, ഒരു കള്ളിയാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പം എന്തായാലും ഒരു കള്ളി മതി, നമുക്കൊരു കൂടും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ്. അതുപോലെ ഈ ഒരു കൂടിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ തെങ്ങ് എന്തായാലും മുറിച്ച് മാറ്റാൻ പറ്റില്ല, അല്ലാതെ എന്താണ് ഈ ഒരു കൂടിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. അതുപോലെ രാത്രിയിൽ നമുക്ക് ആ ഒരു കൂടിനകത്ത് കോഴികൾ എന്തായാലും ഇടാൻ പറ്റില്ല. മുകളിൽ കൂടി മറ്റേ ഈ വെരുകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളിലേക്ക് കയറി വരും. രാത്രിയാകുമ്പം അവരെന്തായാലും നെറ്റിൻ്റെ കൂട്ടിലേക്ക് ആക്കണം, പകൽ മാത്രമേ ഈ ഒരു കൂട്ടിലിടാൻ പറ്റുള്ളൂ. കൂട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു കൂടിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു തെങ്ങ് മുറിച്ചൊഴിവാക്കുക, എന്നിട്ട് മുകളിൽ ഷീറ്റ് ഇടുക എന്നാണ്. അതെന്തായാലും നടക്കില്ല കേട്ടോ. പിന്നെ ഈ ഒരു നെറ്റിൻ്റെ കൂടുണ്ടല്ലോ, അത് പുറത്തേക്ക് എടുത്തിട്ടിട്ട് മൊത്തത്തിലൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഡോറും കാര്യങ്ങളും കുറേ സൈഡിൽ നെറ്റൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കൂടിനകത്ത് ഇപ്പോൾ ആ ഒരു നെറ്റും കല്ലൊക്കെ പോയതുകൊണ്ട് കുറച്ചും കൂടി സ്പേസ് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ കോഴികളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 50 അടുത്ത് കോഴികൾ മാത്രമേ നമ്മളെടുത്തുള്ളൂ, ബാക്കി എല്ലാവരും സെയിലായി പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം കർക്കിടക മാസത്തിൽ നമുക്ക് ഒരുപാട് കോഴികൾ സെയിലായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒരു സമാധാനമാണ്. മഴയത്ത് നമുക്ക് ഒരുപാട് കോഴികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേനൽക്കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷേ മഴക്കാലത്ത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ ഒരു അറക്കപ്പൊടിയൊക്കെ നനഞ്ഞിട്ട് ആകെ കൂട് മൊത്തം വൃത്തികേടാവും. ആ ഒരു സമയത്താണ്, മഴക്കാലത്താണ് ഇവർക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വരിക. വേനൽക്കാലത്ത് നമുക്ക് തുറന്ന് വിടാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഫാൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഷീറ്റിൻ്റെ കൂടൊക്കെ ആണെങ്കിൽ ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് തുണികൾ നനച്ചിട്ട് കൊടുക്കാം, ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഷീറ്റിൻ്റെ മുകളിൽ നനച്ച് കൊടുക്കാം. പിന്നെ വേനൽക്കാലത്ത് കോഴികളെ കുളിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യാം. പക്ഷേ മഴക്കാലത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരുവിധം കൂടൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ കൂട് വാർക്കണമെങ്കിൽ അതും പറ്റില്ല. കൂട് വാർക്കുകയാണെങ്കിൽ തറയൊക്കെ കെട്ടി കൂട് മൊത്തത്തിൽ പൊളിച്ചൊഴിവാക്കിയിട്ട് തറയൊക്കെ കെട്ടിയിട്ട് വാർക്കണം, അതും എന്തായാലും നടക്കില്ല കേട്ടോ. അപ്പോൾ അതിലും നല്ലത് ഈ ഒരു കൂടിൻ്റെ മുകളിൽ ഒരു പണി എടുക്കുന്നതിലും നല്ലത് ആ ഒരു പൈസയ്ക്ക് നമുക്ക് വേറൊരു കൂട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി അടുത്ത കൂട് എവിടെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും പറയുക ഈ കൂടിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തെങ്ങ് എന്തായാലും മുറിച്ച് ഒഴിവാക്കാൻ പറ്റില്ല. കണ്ടില്ലേ, നല്ലോണം ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇത് ഞാൻ 4 ദിവസം മുന്നേ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ചിപ്പിൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത കൂടായിരുന്നു. ഈ ഒരു മഴ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. കോഴിക്കാഷ്ടം വാരി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കൂടിൻ്റെ ഉൾവശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അത് മാത്രമല്ല ആ ഒരു കട്ടയും അതുപോലെ നെറ്റൊക്കെ കൂട്ടിനകത്തുനിന്ന്
എടുത്തൊഴിവാക്കിയത് കൊണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് മുന്നേ ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അല്ലേ. അത് എടുത്ത് കൂട്ടുന്ന ഒഴിവാക്കാൻ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതാ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി ഞാനിത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോഴീനെ വളർത്താൻ ഇത്രയും ബുദ്ധിമുട്ടാണോ അങ്ങനെയൊന്നും തോന്നരുത്. ഇത് എൻ്റെ കൂടിൻ്റെ പ്രശ്നമാണ് കേട്ടോ. കൂട് ഉണ്ടാക്കിയ സമയത്ത് വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടിയല്ല ഉണ്ടാക്കിയത്. പിന്നെ കൂടുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ആരോടോ ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. കല്ലൊക്കെ ഇറക്കി നെറ്റൊക്കെ വെച്ചു അങ്ങനെ ചെയ്ത കൂടായിരുന്നു. അതാണ് മഴ വരുന്ന സമയത്ത് ചെറിയൊരു പാറൽ കൂട്ടിനകത്തേക്ക് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു കർട്ടൻ ഇട്ട് കൊടുക്കാമെന്നുള്ളത്. പിന്നെ അറിയാലോ, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണേ. മഴക്കാലത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാത്തത് ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ കൂടുതൽ കോഴികളെ ഇറക്കാറില്ല കേട്ടോ. കൂടുതലും വേനൽക്കാലം ആ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പൊരുത്തിൽ വയ്ക്കാറൊന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം കോഴികൾ ഓർഡർ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് കോഴികളൊക്കെ ഞാൻ വിരിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലായിട്ട് വൃത്തികേടായത്. എന്നാലും എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി കൊണ്ട് നടക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഇട്ടച്ച് പോകാനും തോന്നാറില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ കൂട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഇരുടാവാനായിട്ടുണ്ട് കേട്ടോ. ഇതാ കൂടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. എല്ലാവരെയും ഞാൻ തുറന്ന് വിട്ടതായിരുന്നു കൂട് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ കൂട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വാതിലടച്ച് ഇനി എല്ലാവരെയും ഞാൻ നെറ്റിൻ്റെ കൂട്ടിലേക്ക് ആക്കും കേട്ടോ. ഈ ഒരു കൂട്ടിലേക്ക് ആക്കില്ല. എന്നിട്ട് ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ചിപ്പിൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോഴികളെ നേരെ ഈ ഒരു കൂട്ടിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ അതാ കല്ലെടുത്ത സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. അത് ഒന്നും കൂടി നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. കുറേ സ്ഥലങ്ങളിലൊക്കെ ഹോള് വന്നിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലെവലാക്കണം. അതിന് മഴയൊന്ന് പുറകോട്ട് നിൽക്കണം, എങ്കിലേ ശരിയാവുള്ളൂ. അപ്പം മഴയൊന്ന് പുറകോട്ട് നിന്നിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാൻ നന്ദുവിനോട് ചോദിക്കുകയാണ് കൂടെ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അവർക്കും ഭയങ്കര ഇഷ്ടമായി. അവർക്കും കൂട്ടിനകത്ത് പോയിട്ട് ഫുഡ് കൊടുക്കാനും ഒക്കെ സുഖമാണല്ലോ. പിന്നെ അതാ നമ്മുടെ സൊണാലി കോഴിക്കുഞ്ഞുങ്ങൾ, ഇവർക്ക് തൽക്കാലം കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കെട്ടി തൂക്കിയിട്ട് കൊടുക്കാൻ. ഇവരുടെ കൂടും ഈ പറഞ്ഞതുപോലെ തന്നെ ഉള്ളിൽ ചിപ്പിൽപ്പൊടിയൊക്കെ നിറഞ്ഞിട്ട് ആകെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാരി കളഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഒരു കൂട് ഉണങ്ങിയിട്ട് ഒന്നും കൂടി അതിൽ കുമ്മായൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം മുകളിലെ നെറ്റ് കൂടിലേക്ക് ഇട്ടതാണ്. എന്നിട്ട് ഇതാ കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിന്നാനായിട്ട്. മഴക്കാലാണ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. കോഴികൾക്ക് അസുഖങ്ങൾ ഈ ഒരു ടൈമിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കൂടെ എപ്പോഴും നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുക. അഴുക്കാവുന്ന സമയത്ത് നാളെ നന്നാക്കാം അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തു നിൽക്കരുത്. അഴുക്കായാൽ നനവ് വന്നാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. അറക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. മഴയത്ത് കോഴികൾ അയച്ചു വിട്ട് വളർത്തുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മഴയാണ്, മഴ നനഞ്ഞാൽ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. ഒരു കോഴിക്ക് വന്നാൽ ബാക്കിയുള്ള കോഴികൾക്കും അത് സ്പ്രെഡാവും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. കൂട്ടിലിട്ട് വളർത്താൻ സ്പേസ് ഉണ്ടെങ്കിൽ കഴിയുന്നതും നിങ്ങൾ മഴയത്ത് തുറന്ന് വിടാതിരിക്കുക കേട്ടോ. പിന്നെ കൂട്ടിലിട്ട് വളർത്താൻ ഒട്ടും കഴിയാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല മഴയൊക്കെ ആണെങ്കിൽ കഴിയുന്നതും കൂട്ടിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ കൂട്ടിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മഴക്കാലമാണ്, പാത്രങ്ങളിൽ പൂപ്പലൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് അവരുടെ തീറ്റപാത്രമായാലും വെള്ളപ്പാത്രമായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം അതിൽ ഫുഡും വെള്ളവും കൊടുക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ, എല്ലാവരും സേഫായിട്ടിരിക്കുക.